വൺ പോലെ അല്ലല്ലോ ടു ആയിരുന്നില്ലല്ലോ ടു പോലെ അല്ല ത്രീ. അത് ജിത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാണൂ, ആ സസ്പെൻസ് നിൽക്കട്ടെ. ആ ജിത്തു കഴിഞ്ഞ ടൂവിലും പറഞ്ഞില്ല അങ്ങനെ തന്നെ. അത് നല്ലതല്ലേ. നമ്മൾ വലിയ വൻ പ്രതീക്ഷയായിട്ടല്ല വരേണ്ടത്. പക്ഷേ ഒരു സാധാരണ ദൃശ്യം 1 ഉം 2 ഉം കണ്ട സാധാരണ പ്രേക്ഷകരും ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ കാണാൻ പ്രതീക്ഷിക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകന് ഇതൊന്നും യാതൊരു പ്രതീക്ഷയില്ലാതെ തിയേറ്ററിലേക്ക് വരുന്ന ജിത്തു സാറിനും അറിയാം. അല്ല, അപ്പം അതുകൊണ്ട് അല്ല, സിനിമ അങ്ങനെയല്ലേ ഉണ്ടാ. സിനിമയുടെ ആ സസ്പെൻസും ഒരു ഫ്രൈഡേ ആണ് സിനിമയെ നിശ്ചയിക്കുന്നത്. ഏറ്റവും നന്നാവണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മളെല്ലാവരും സിനിമയിൽ പ്രവർത്തിക്കുന്നത്. ഞാനതിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആശീർവാദിൻ്റെ വലിയൊരു പടമാണ്. ലാൽ സാർ അഭിനയിക്കുന്ന സിനിമയാണ്. 47 വർഷത്തോളമായിട്ട് മലയാളിക്ക് വേണ്ടി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പം വീണ്ടും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയ്ക്കും, ഇപ്പം ദൃശ്യം 3 എന്നൊരു സിനിമയിൽ മാത്രം നിർത്തണ്ട, എല്ലാ സിനിമയ്ക്കും ആ ഒരു സസ്പെൻസ് ഉണ്ട്. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നന്നായി എന്ന് പറയാം. ചിലപ്പോൾ ഒരുപക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഡിസൈഡ് ചെയ്യപ്പെടുന്ന സിനിമകളുണ്ട്. ഏതായാലും ദൃശ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ 1ൻ്റെയും 1ഉം 2ഉം ഉണ്ടാക്കിയൊരു പ്രതീക്ഷയാണ് 3യിലേക്ക് നമ്മൾ കൊണ്ടെത്തി. ചിലപ്പോൾ ആ നിലയ്ക്ക് ഒരു മോഹൻലാൽ ഫാനിനെ പോലെ അല്ലെങ്കിൽ സിനിമ ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു പ്രേക്ഷകനെ പോലെ ഞാനും നിൽക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, ഇത് കറക്റ്റ് ഡേറ്റ്സ് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 55 to 60 days ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. എനിക്ക് അറിയില്ല. ഞാൻ 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ ഇവിടെയായിരുന്നു. എറണാകുളത്തുള്ള പോർഷനാണ് ഞാൻ. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ നാട്ടുകാരാണ്. എക്സൈറ്റിംഗ് ആണ് സീൻ. ആ സീൻ കാണും. നീ തിയേറ്ററിൽ പോയി കാണണ്ട പടം.